രാഹുലിന് സസ്പെൻഷൻ. സതീശനെ തപ്പി പാലക്കാട്ടെ തൊഴിലുറപ്പ് അമ്മമാർ കുറ്റിച്ചൂലുമായി വരുന്നു. രാഹുലിന് കേക്ക് കണി വെച്ച വി ഡി സതീശനും സംഘവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സതീശന്റെ കൂട്ടുകാരികൾക്ക് ദുരനുഭവമുണ്ടായി എന്ന റൂമർ കേട്ടാണ് ഈ കാണുന്ന നടപടികളെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഹുലിനെ കൊണ്ട് MLA സ്ഥാനം സ്വയമേ രാജിവെപ്പിക്കുവാൻ ഇവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുവാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിന് സസ്പെൻഷൻ ലഭിക്കും. രാഹുലിനെ ഇല്ലാതാക്കുവാൻ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടങ്ങുന്ന ഉപജാപക സംഘം ശ്രമിക്കുന്നത് കണ്ട് പാലക്കാടുള്ള തൊഴിലുറപ്പ് അമ്മമാർ പോലും തങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് ITV ന്യൂസിനെ വിളിച്ച് തങ്ങളുടെ പിന്തുണ അറിയിച്ചത് കേൾക്കുക. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വിളിക്കുന്നേ. പേര് പങ്കജം. പാലക്കാട് മേഴ്സി കോളേജിന്റെ അടുത്താണ് സാറേ ഞാൻ വിളിക്കുന്നത്. നിങ്ങളുടെ ചാനൽ ഞാൻ ദിവസം കാണുന്ന ഒരാളാണ്, വ്യക്തിയാണ്. ഓരോ സത്യമായി വെളിയിൽ വരുന്നുണ്ടല്ലോ സാറേ. അതെ, ഈ രാഹുൽ നിങ്ങൾ പാലക്കാടുകാരന് ആവശ്യപ്പെടുന്നുണ്ടോ രാഹുൽ രാജിവെക്കണോ? അയ്യോ വേണ്ട, ഞങ്ങള് 60 പേരുണ്ട് ഇവിടെ അയൽ തൊഴിലുറപ്പിൽ. ഞങ്ങൾ അവനെ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ആൾ കൂട്ടി നിൽക്കണ്ടല്ലോ. ഈ 2 ആൾ കൂട്ടി നിന്ന ആൾക്ക് നല്ലൊരു അടി ഞങ്ങൾ കൊടുക്കും. മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾ ആര് നിന്നാലും ഞങ്ങൾ ജയിപ്പിക്കില്ല സാറേ. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഞങ്ങൾ പാലക്കാട് മേഴ്സി കോളേജ്, ഞങ്ങൾ കോട്ട മൈതാനം, ഞങ്ങൾ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് രാഹുലിനെ ഇറക്കിയാലും ഞങ്ങൾ ഇവിടെ അതിനു വേണ്ട പ്രതിഫലം ഞങ്ങൾ ചെയ്തിരിക്കും. ഇത് കോൺഗ്രസ്സുകാരന്മാർ തന്നെ വെച്ച കെണിയല്ലേ ഇത് രാഹുലിന്? എന്ത് തോന്നുന്നു? അയ്യോ, 2 പേര് അവർ കണിക്കാൻ വയ്യാണ്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കാണിച്ചതല്ലേ. അവൾക്ക് കണ്ട അവളുടെ ഗതി കണ്ടില്ല, ഇപ്പം നിങ്ങൾ അറിഞ്ഞതല്ലേ സാറേ. അവളുടെ ഗതി ഞങ്ങൾ കണ്ടതല്ലേ. ഞങ്ങളിപ്പോൾ വേറൊരു വാർഡിൽ ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. മനസ്സിലായിട്ടുണ്ട് സാറേ? നിങ്ങൾ അതിന് നല്ലോണം സപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. നിങ്ങളൊരു ചാനൽ എന്നാൽ അവൻ വന്ന് നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ സംസാരിക്കണം, ഞാൻ കണ്ടു. നിങ്ങളുടെ ചാനലിൽ മാത്രം ഒന്നല്ല അവൻ സംസാരിക്കാൻ വന്നത്. അവൻ സംസാരിക്കണം, അവൻ വായി കെട്ടിയിരിക്കണം. ആൾക്കാർ പറയണം അവൻ വായി കെട്ടിയിരിക്കണു, അവൻ ഒന്നും മിണ്ടില്ല, അവൻ ചതിച്ചു. ഇപ്പൊ അവള് വന്ന് ഇറങ്ങി സംസാരിച്ചില്ലേ? ആരാ ആ പെൺകുട്ടി? ഈ സതീശന്റെ നിലപാടിനോട് അല്ലെ ഈ രമേശ് ചെന്നിത്തലയുടെ നിലപാടിനോട് നിങ്ങൾ പാലക്കാടുകാരുടെ ഒരു പ്രതികരണം എന്താ? ഞങ്ങൾക്ക് പ്രതികാരം അവർ എത്രയും പെട്ടെന്ന് അവരിവിടെ അടിച്ചിറക്കി മുടുക്കണം. ഇപ്പോഴത്തെ ചെക്കന്മാർ വരണം. ചെറിയ ചെക്കന്മാരുണ്ടല്ലോ, അവരിന് എന്തിനാണ് ഒക്കിലിട്ടിട്ട് ഇവർ വന്ന് വലിയ ആളാകണം. ഒരാഴ്ച മുമ്പിൽ വന്നിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് കൂടിയാലോചിച്ചതിന്റെ പവറാണ് അനുഭവിക്കുന്നത്. നല്ലോണം നിങ്ങൾ പറഞ്ഞോളൂ. ഈ ഒരാഴ്ച മുമ്പിൽ അവിടെ വന്നിട്ട് പാർട്ടി ആ ഓഫീസിൽ വന്നിട്ട് അവന്റെ മൺപുള്ളിക്കാവിന്റെ അവിടുത്തെ ഓഫീസിൽ വന്ന് അവൻ കൂടി ആലോചിച്ചിട്ടുള്ള പ്രതിഫലം കൊടുത്താണ് അവന്. ഇത് അല്ലാണ്ട് വേറെ ഒന്നും വന്നതല്ല. ആ കുട്ടി വായി കെട്ടിയിരിക്കുന്നത് അവന്റെ അമ്മന്റെ ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പറയണത്. അപ്പൊ അവരുടെ അമ്മന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ പെങ്ങളുടെയും. സാർ എന്തായാലും ഇതിൽ ഇതിന് അവനെ സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങളുടെ ചാനൽ ഞാൻ സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ്. മറ്റേ ആൾക്കാർ വിളിച്ചവർ അടൂരിൽ നിന്ന് വിളിച്ചതും അവൻ അവിടെ നിന്ന് വോട്ട് കിട്ടാണ്ട് അവൻ ഇനി എന്തായാലും അവിടെ നിന്ന് അവന് ചവിട്ടി പുറത്താക്കണം മറ്റേ ആൾക്കാർ. മനസ്സിലായിട്ട് ഞാൻ പേര് പറയില്ല സാറേ, എനിക്ക് പേര് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ആ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പാലക്കാട് മേഴ്സി കോളേജിൽ നിന്ന് അവിടെ വിളിക്കുന്ന പങ്കജോൺ എൻ്റെ പേര്. ഞാൻ അവനെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. ഞങ്ങൾ 10-75 പേര് ഞങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാ പറഞ്ഞത്. എല്ലാവരും ഓരോരോ വാക്ക് പെട്ടെന്ന് സംസാരിച്ചേ. എല്ലാവരും ഓരോരോ വാക്കുകൾ പറയാം അവനെ വേണ്ടിട്ട്. ഹലോ, പറഞ്ഞോ. രാഹുലിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് അത് തെളിയുന്നവരെ അവനെ കുത്തിയവർക്കൊക്കെ തിരിച്ചു കുത്താതെ വഴി നിങ്ങൾ കാണിച്ചു കൊടുക്കണം. വേണ്ട രാജിവെക്കാൻ പറയുന്നവർക്ക് തിരിച്ചടി കൊടുക്കണം. അടുത്ത ആളുടെ കൂടെ ഞങ്ങളെ വരും. ഞങ്ങള് രാഹുലിന്റെ രണ്ടാലൊന്നും നല്ല തീർച്ച അറിഞ്ഞതിന് ശേഷം ഞങ്ങള് പ്രതികരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതിന് ഞങ്ങൾ എല്ലാവരും ഈ 60 ആളും സപ്പോർട്ടാണ് സാറിന്റെ. രാഹുൽ രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഇതിനാകുമ്പോ എന്തായാലും പരിഹാരം കാണും. പറ്റുകയില്ല സാറേ, വിടില്ല. ഞങ്ങള് രാഹുൽ മാങ്കൂടത്തിനെ ഒന്നും തൊടാൻ പറ്റില്ല. ദേവാണ് രാഹുലിനെ ചതിച്ച സതീശനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വേണ്ട വയസ്സായ അമ്മമാരല്ലേ. വയസ്സായ അമ്മമാര് ഒരു കുഴപ്പമില്ല. അവർക്ക് പറയാനുള്ളത് പച്ചയ്ക്ക് പറഞ്ഞോട്ടെ. ഇവനെയൊക്കെ പച്ചയ്ക്ക് അമ്മമാര് വലിച്ച് കീറട്ടെ. പച്ചയ്ക്ക് പറയും. ഞങ്ങൾ വരും. ഞങ്ങളുടെ ചെക്കന് ഞങ്ങൾ പച്ചയ്ക്ക് സാറിനോട് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വരും. അവനെ കുഴി ചാടിച്ചോരിക്കും പച്ചക്ക് പറയും.
പച്ചക്ക് പറയും ഞങ്ങള് വരും. ഈ അവരെ കുഴി കാണിച്ച ഈ സതീശനോട് പറയാനുള്ള എന്താണ്? ഓ സതീഷിനെ കൊണ്ട് കല്ലെറിയല്ലേ അവന്റെ അണ്ടിനെ ഒടച്ചുപൊടും ഞങ്ങള്. ഹലോ, എന്റെ പേര് റഹ്മത്താണ്. പറഞ്ഞോമ്മ. ഞങ്ങളുടെ രാഹുലിനെ കരയാൻ വെച്ചാൽ ഞങ്ങൾ എല്ലാരും കൂടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താണ് ഞങ്ങൾക്ക് അത്ര ജീവനാണ് രാഹുല്. പറയൂ വരാമട്ടെ പറയും ഞങ്ങൾ പ്രാർത്ഥന വഴിപാടുണ്ട് സാറേ. എന്തായാലും ഞങ്ങള് ആ കുട്ടി പെറ്റ മകൻ എനിക്ക് 71 വയസ്സായി. അത്രയും സ്നേഹത്തിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അവന് പറയുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. അറിഞ്ഞാ മനസ്സിലായ വിഷമുണ്ട്. അവൻ എന്തെങ്കിലും വരുന്നു പറയുമ്പോ നമുക്ക് നല്ല കറല് കലമുണ്ട്. പാലക്കാട് അമ്മമാരെല്ലാം അവനോടൊപ്പം ഉണ്ടല്ലേ? ഓക്കെ പറഞ്ഞു. അടുത്ത ആളുടെ കൊടുത്തോ. ഹലോ അമ്മ അടുത്ത പറഞ്ഞോ. പറഞ്ഞോ അമ്മ. രാഹുൽ രാജിവെക്കണോ? രാഹുലിനും തൊടാൻ ഞങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല. എന്തെന്നായാലും പറയണൊക്കെ തെറ്റന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു തീരുമാനത്തിൽ എത്തുന്നവരെ ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനിച്ചിട്ടുണ്ട്. അത് നടത്തും. ഈ കോൺഗ്രസ് നേതൃത്വം ഇവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സതീശനോടും രമേശനോടും പറയാനുള്ള എന്താണ്? രമേശിനോടും സതീശനോടും പറയണത് ഇത് ഇങ്ങനെയുള്ള വാർത്തകൾ ഇറക്കുന്നത് ഭയങ്കര തെറ്റാണ്. അത്രമാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ വീട് വരെ എത്തിക്കഴിഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് സംബന്ധിച്ചോളം ഒരു വിഷമവും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. എന്ത് വ്യക്തി അത് ചെയ്യാൻ പറഞ്ഞിട്ട് കാണിക്കുന്നത് ഭയങ്കര അക്രമമാണ്. അത്രേ പറയാനുള്ളൂ. അമ്മമാരെ, നിങ്ങൾ പാലക്കാടുകാർ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ പരമാവധി പാലക്കാടുകാർ അവന് വേണ്ടി ശബ്ദം ഉയർത്തുക. അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ നാറിയ സതീശനും രമേശനും എല്ലാം കൂടെ ചേർന്ന്. പാലക്കാട് അമ്മമാർ അതിന് അനുവദിച്ചു കൊടുക്കരുത്. അനുവദിച്ചു കൊടുക്കില്ല. ഞങ്ങൾ ഇത്രയും കാലത്ത് ഞങ്ങളിങ്ങനെ അനുഭവിച്ചിട്ടില്ല. അന്ന പോലെ ഞങ്ങളെ വിഷമപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അങ്ങനെ പറയരുതേ. അവര് എല്ലാ പാർട്ടിയിലെ ആൾക്കാരാണോ എന്തും തോന്നിയത് വിളിച്ചു പറയാ പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയല്ല ആ വാർത്ത. ശരി, ഞങ്ങൾ എന്തായാലും സാഫിനെ അവരിനും വിടാനും ഒരുക്കൂല. ശരി, ഓക്കെ. സാറേ ഇനി ആരെങ്കിലും ഉണ്ടോ അമ്മമാര്? അയ്യേ സാപ്പിയെ പറഞ്ഞേ. ഹലോ സാപ്പിയെ പറമ്പും രാഹുലും ഉണ്ടാകുമ്പോ മറ്റേ വേറെ നമ്മുടെ ചാണ്ടി ഉമ്മനൊക്കെ ഉണ്ടാകുമ്പോ അവര് മാത്രം വന്ന് മുന്നിൽ വന്ന് നിൽക്കേണ്ട ആൾക്കാരാകുമ്പോ ഇവരെന്തിനാ വന്ന് ഇങ്ങനെ നിൽക്കണം? ഇവര് പിന്നെ പിങ്കാമിയൊക്കെ നിന്നാ പോലെ അവര് അപ്പൊ നാറ്റന്മാരെ പോലെ ഇവര് പോയിട്ട് ഉരച്ചിട്ട് കേക്ക് മുറിച്ച് നിങ്ങൾ കണ്ട സാറ് നിങ്ങള്? ആ കേക്ക് മുറിച്ചത് ഇവനാണ് ഈ 3 കൊല്ലം മുമ്പിൽ ഇവനെ പീഡിപ്പെടുത്തി ഞങ്ങൾ പൈസ കൊടുക്കാൻ പോണു. അമ്മമാര് ചോദിക്കും ഇവന്റെയൊക്കെ മുഖത്ത് നോക്കി ഇവനെ എങ്ങനെ അവന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? ഞങ്ങൾ പറയും നിങ്ങൾ ഈ പച്ചക്കുട്ടികളെ വെച്ച് നിങ്ങൾ മുതലുണ്ടാക്കണം. നിങ്ങൾക്ക് ഇനി ഈ പൊലയായിട്ട് വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ വയസ്സായാലും ഉമ്മൻചാണ്ടി വിട്ടിട്ടില്ല. നിങ്ങളെ വിടുന്ന് നിങ്ങൾ ഇതാണ് ആദ്യം ചെയ്ത് പറയും. നിങ്ങളാണ് തുടക്കം ചെയ്ത് പറയും. ഞങ്ങൾ മനസ്സിലായോ? നിങ്ങളാണ് തുടക്കം കാട്ടിക്കൊടുത്തത്. നിങ്ങളാണ് ഇതിന്റെ എല്ലാ വഴിവിവരെ ആ കുട്ടിന് നിങ്ങൾ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ കൊടുത്തു വെക്കാൻ പറ്റാണ്ട് നിങ്ങൾ പൊലി വിട്ടത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങളുടെ കാര്യം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയല്ലേ ഞങ്ങൾ ചോദിച്ചിട്ട് എനിക്കൊരു മുഖത്ത് നോക്കിയിട്ട്. പാലക്കാട് വരാൻ യോഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോട്ടമൈതാനത്ത് അപമാനിക്കും. ഞങ്ങൾ മനസ്സിലായേ? കോട്ടമൈതാനത്ത് വന്ന് ഞങ്ങൾ അപമാനിച്ചിട്ട് വിട്ടാക്കിയിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾ ഇവർ രണ്ടാൾ വരുന്നവരെ ഞങ്ങൾ മീറ്റിംഗ് കൂടെ പോകില്ല സാറേ. ഞങ്ങൾ ഈ 2 പേര് വ്യക്തി വരുന്നു പറഞ്ഞ് ഞങ്ങൾ അവിടെ പാർട്ടി കൂടാനും പോയില്ല. ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ജനപ്രതി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ കുട്ടി വരുന്നു പറഞ്ഞാൽ ഞങ്ങൾ പൂഴി വീഴാത്ത ജനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലായോ സാറിന്? നിങ്ങളുടെതെല്ലാം നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യട്ടെ. സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ദൈവത്തോട് നല്ലോണം അനുഗ്രഹിക്കുന്നുണ്ട്. അവൻ പുറത്ത് വരണം. അവനെ രാജിവെക്കാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. രാജിവെക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗം അറിയിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതാക്കണമെങ്കിൽ. ശരി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.